നിങ്ങൾ ഗ്യോത്തെ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു പാർട്ടാണ് ഷ്രൈബൻ അല്ലെങ്കിൽ റൈറ്റിംഗ് എന്ന് പറയുന്ന എക്സാം. കുറെ പേര് ഈസി ആയിട്ട് കാണുന്ന ഒരു എക്സാം ആണ്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് സ്പീക്കിങ്ങിന്റെ പോലെ പ്രഷർ അല്ലെങ്കിൽ ഹ്യോറിനെ പോലെ ഒക്കെ അത് ലിസൺ ചെയ്തിരിക്കണം, ഇങ്ങനത്തെ ഒരു പ്രഷർ ആയിട്ടുള്ള ഒന്നും തന്നെ ഇതിൽ വരുന്നില്ല. കാരണം ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നു, ക്വസ്റ്റ്യൻ വായിക്കുന്നു, നിങ്ങൾക്ക് 60 മിനിറ്റ് ടൈം കിട്ടുന്നു. ആ ടൈം ഫ്രെയിമിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പ്രോപ്പർ ആയിട്ട് നല്ലൊരു ആൻസർ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഈ റൈറ്റിംഗ് എക്സാമിൽ വരുന്നത്. ബട്ട് സ്റ്റിൽ കുറെ ആളുകൾ ഷ്രൈബൻ എക്സാമിന് എന്ത് ചെയ്യുന്നുണ്ട്, ഫെയിൽ ആയി പോകുന്നുണ്ട്. B2 അല്ലെങ്കിൽ B1 ഷ്രൈബൻ ഫെയിൽ ആവുന്നുണ്ടെങ്കിൽ അതിൽ ഇന്ന മിസ്റ്റേക്സുകളൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. മിസ്റ്റേക്ക് നമ്പർ 1 എന്ന് പറയുന്നത് പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ കൊടുക്കാത്തത്. ഇപ്പൊ നമുക്കൊരു ലെറ്റർ എഴുതാൻ കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് എഴുതാൻ കിട്ടുന്ന സമയത്ത് ഡയറക്ട്ലി നിങ്ങൾ കണ്ടന്റിലോട്ട് ജമ്പ് ചെയ്യാതിരിക്കുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, നിങ്ങൾക്ക് ജർമ്മൻ എക്സാമിന് വേണ്ടിയിട്ട് ടുഗെദർ ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന് ഒരു മെയിൽ സെൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ലെറ്റർ അയക്കണം, നമുക്ക് ഒരുമിച്ച് പഠിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. അവിടെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു പാറ്റേൺ ഉണ്ട്. ആദ്യം ആ ഒരു കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് വരുന്നത് എന്തായിരിക്കും, ഹായ് സുഖമാണോ, നമുക്ക് അടുത്ത ആഴ്ച എക്സാം അല്ലേ, ഈ എക്സാം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമ്മളുടെ ലൈഫിൽ, കാരണം നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ ഈ എക്സാമിന് ഇത്രത്തോളം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണം, എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, എനിക്ക് നിന്റെ കൂടെ പഠിക്കുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എന്ത് ചെയ്തു, പതിയെ ആ പോയിന്റിലോട്ട് എത്തി. ഇത്തരത്തിലുള്ള ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഫസ്റ്റ്ലി നിങ്ങൾ ഷ്രൈബനിൽ ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കലും ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ കൊണ്ടുവരാതിരിക്കുക. പിന്നെ സല്യൂട്ടേഷൻസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം.